ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി, കൈകളൊക്കെ ഒന്ന് ജസ്റ്റ് കൂട്ടി ഉരസി, കണ്ണുകളിലൊക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അല്ലെ, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് മനസ്സെന്നും അല്ലെ, എന്താണ് നമ്മളെ മനസ്സിലെ മാലിന്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് അറിയണം ആണല്ലോ. അപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് പലരും പറയും മനസ്സ് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും അല്ലെ ബ്രെയിനിലാണെന്ന് പറയും, ചില ആളുകൾ പറയും ഹൃദയത്തിലാണെന്ന് പറയും അല്ലെ. മനസ്സിന്റെ സ്ഥാനം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആക്ച്വലി മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ആ കോശങ്ങളിൽ കംപ്ലീറ്റ്ലി നമ്മളെ മനസ്സ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ മനസ്സെന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഒരു ഇലക്ട്രിസിറ്റി പോലെ, വൈദ്യുതി പോലെ നമ്മളെ ശരീരത്തിലുള്ള ഒരു എനർജി സോഴ്സ് ആണ്, ഊർജ ശേഖരാണ് ശരിക്കും എന്ത് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത്. അപ്പോ നമ്മള് ആ ഊർജം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് സാധാരണ നോർമലി ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഫാന് കറങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഫാന് കറങ്ങാൻ ആവശ്യമായ ഇലക്ട്രിസിറ്റി ആ ഫാനിലേക്ക് എത്തണം, ബൾബിന് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഓരോ വൈദ്യുത ഉപകരണങ്ങളിലേക്കും വേണ്ട വിധത്തിലുള്ള ഇലക്ട്രിസിറ്റി എത്തുമ്പോഴാണ് അത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സെന്ന ആ ഊർജ ശേഖരത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ എനർജി എന്താണ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അതിൽ എവിടെയെങ്കിലും ആ എനർജി ബ്ലോക്ക് വരികയാണ്, എനർജി കൃത്യമായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതിനുദാഹരണമാണ് നമുക്ക് നമ്മുടെ മണി ഫ്ലോ മീൻസ് ഫിനാൻഷ്യലി നമുക്ക് വരുന്നതാവട്ടെ, നമ്മളെ റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാവട്ടെ, നമ്മളെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാവട്ടെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ എനർജി ഫ്ലോ നമ്മുടെ ഹെൽത്തിലേക്ക് നമ്മളെ മൈൻഡിന്റെ എനർജി കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ഒഴുകാതിരിക്കുമ്പോഴാണ് ഹെൽത്തിന് ഇഷ്യൂസ് വരുന്നത്, മണി ഫ്ലോ പ്രശ്നം വരുന്നത്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നത്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിലേക്ക് വേണ്ട വിധത്തിൽ ആ എനർജി നല്ല രീതിയിൽ പോവാതിരിക്കുമ്പോഴാണ്. അതേപോലെ ബന്ധങ്ങളിലേക്ക്, ഇതിനെല്ലാത്തിനും നമ്മുടെ എനർജി ആവശ്യമാണ്. ആ എനർജിയിൽ എവിടെയൊക്കെ ആണോ ബ്ലോക്ക് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ നമ്മളെ എനർജി നമ്മളെപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മളെപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, നമുക്ക് കഴിഞ്ഞു പോയ പല പല കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും വിഷമങ്ങൾ, ദുരന്തങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റിച്ചിട്ട് പോയതോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക്, കുറവുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറ്റങ്ങളിലേക്കോ കുറവുകളിലേക്കോ ഒക്കെയാണ് നമ്മളെ എനർജി, നമ്മുടെ ഫോക്കസ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഏരിയാസിലൊക്കെ ആയിരിക്കും. മീൻസ് ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ വിഷമങ്ങളിലേക്ക് ആയിരിക്കും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ലൈഫിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം മനസ്സ് പ്രവർത്തിക്കുന്നതിന് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോ നമുക്കുള്ളിൽ എന്താണോ അതിനനുസരിച്ചിട്ടാണ് പുറത്തുള്ള നമ്മുടെ സിറ്റുവേഷൻസ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഉള്ളില് എപ്പോഴും ഈ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, കുറ്റങ്ങളിലേക്ക്, കുറവുകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി കംപ്ലീറ്റ്ലി ഈ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത് അല്ലെ, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തരുന്ന വാക്കാണ്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നന്ദി പറയാനുള്ള അവസരം ഞാൻ കൂടുതൽ ഉണ്ടാക്കി തരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ മനസ്സ് നന്ദിയുടെ മനസ്സാണെങ്കിൽ അല്ലെ, എന്തിനും ഏതിനും നമ്മൾ നന്ദി പറയുന്ന ഒരു നന്ദിയുള്ള മനസ്സാണ് നമുക്കെങ്കിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? ആ നന്ദി പറയാനുള്ളതിലേക്ക് നമ്മളെ ഫോക്കസ് പോകുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളെ സൃഷ്ടാവ് നമുക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മളെ ഫോക്കസ് എങ്ങോട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളെ ഊർജം ആ വഴിയിലേക്ക് പോകുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നു.
അപ്പൊ നമ്മൾ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, നമ്മളെ വിഷമങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് ഈ വിഷമങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടായി വരും. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളെ മനസ്സിന് അങ്ങനത്തെ ഒരു കഴിവാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ ഇതേ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നേടാൻ പറ്റും? ജീവിതത്തിൽ വിജയം നേടാൻ പറ്റും. കാരണം നമ്മളെ ഫോക്കസ് എപ്പോ നമ്മളെ ഡ്രീംസിലേക്ക്, നമ്മുടെ ഗോൾസിലേക്ക്, നമ്മുടെ എന്താണ് നല്ല കാര്യങ്ങളിലേക്ക്, നമുക്ക് ഉള്ള ഇതിൽ നന്ദി പറയാനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അബണ്ടൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മളെ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ളവരോട് അസൂയ തോന്നുന്നുണ്ടോ? അത് നമ്മളെ മനസ്സിലൊരു മാലിന്യമാണ്. ബാക്കിയുള്ളവരോട് തോന്നുന്ന അസൂയാവട്ടെ, വെറുപ്പാവട്ടെ, ദേഷ്യാവട്ടെ, നമുക്ക് വേണ്ടാത്ത പേടിയാവട്ടെ, ഇതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചത് നമുക്കുള്ളിൽ ഇങ്ങനെ മുറിവായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള വിഷമങ്ങൾ, നമുക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതിനെ ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വിഷമങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? മാലിന്യങ്ങളാണ്. അപ്പോ ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് എടുത്തൊഴിവാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പുറത്ത് വലിയൊരു ബാണ്ടൊക്കെ ഇട്ട് ഏറ്റിയിട്ട് നമ്മൾ മല കയറുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മൾ എന്തൊക്കെയോ ഭാരങ്ങൾ നമ്മളെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ട് അത് നമുക്ക് മുന്നിലുള്ള ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ടാവും. ഒരുപാട് ഡ്രീംസും ഗോൾസും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പല പല സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് ഈ സ്വപ്നങ്ങളിലേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും നടക്കാൻ പറ്റൂല. നമ്മൾ ഭയങ്കര ഈ ഭാരം താണ്ടിയിട്ട് ഈ ഭാരം നമ്മളെ ശരീരത്തിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും നടക്കുന്ന ആ അവസ്ഥയിലായിരിക്കും ആ ഡ്രീംസും ഗോൾസിലേക്കും നമ്മൾ എത്താം. അപ്പൊ അതിന്റെ ഇടയിൽ വീണു പോവും, വീണ്ടും വീണ്ടും വീണു പോവും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളതാ. നമുക്ക് അകത്ത ലോകം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് എക്സ്റ്റേണൽ വേൾഡ് എന്നാ പറയാറുള്ളത്. അപ്പൊ നമ്മളെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ, ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കിടക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ പുറത്തുള്ള ഓരോ സിറ്റുവേഷൻസും ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ ശുദ്ധിയാക്കണം, ഈ മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അത്യാവശ്യം. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ പറയും ലൈഫ് ഭയങ്കര പ്രശ്നമാണ്, പ്രയാസമാണ് ലൈഫ്. പല ആളുകളും പറയും അല്ലെ, മരിക്കോളം അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം, അല്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, എന്തിനാണ് ഏതിനാന്നുള്ളത് ഓർക്കന്നെ അറിയില്ല. ആ രൂപത്തിലാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ തന്നെയാണ് നമ്മളെ ലൈഫിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത്. ലൈഫ് ഭയങ്കര ഈസിയാണ്, സിമ്പിൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര മിറാക്കുലസ് ആണ് ഒക്കെ. ലൈഫ് എന്ന് പറയുന്ന ലൈഫിൽ ഈ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ലൈഫ് ഒരു ഗെയിം പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളിങ്ങനെ ഗെയിമിൽ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കാറ് അല്ലെ, അതെപ്പോഴും അതിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു ഗെയിമിൽ എങ്ങനെ നമ്മൾ വിജയിക്കാൻ വേണ്ടി നോക്കുന്നു, അതുപോലെ ആയിരിക്കും നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഹൃദയത്തിലെ മാലിന്യങ്ങൾ, നമ്മളെ ശരീരത്തിലുള്ള നമ്മളെ മനസ്സിലുള്ള മാലിന്യങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ ആദ്യം ശ്രമിക്കണം. നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയല്, മൈൻഡ് റീപ്രോഗ്രാമിംഗില് ഫസ്റ്റ് പറയല് റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റീസ് എന്നാ. ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ആക്കിയതിന് ശേഷമാണ് ഈ ഉള്ളിലുള്ള ഓൾറെഡി ഉള്ള കാര്യങ്ങൾ റിമൂവ് ആക്കിയതിന് ശേഷമാണ് പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. മീൻസ് പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആവട്ടെ, നമ്മളെ ഡ്രീംസിനെ കുറിച്ചിട്ടുള്ള ഗോൾസിനെ കുറിച്ചിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യല് ആദ്യത്തെ പ്രോസസ് ആണ് ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ആക്കുക എന്നുള്ളതാണ്. ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ആക്കൽ അത്യാവശ്യമാണ്. കാരണം നമ്മളെ ലൈഫ് ഈസി ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും നടക്കൂല. അപ്പൊ പലർക്കും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രയറിൽ തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ തീരെ കോൺസെൻട്രേഷനും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോ നമ്മളെ ഹൃദയത്തിലുള്ള ഈ മാലിന്യങ്ങളാണ് നമുക്കും നമ്മളുടെ സൃഷ്ടാവുമായിട്ട് നമ്മളെ വേർതിരിപ്പിക്കുന്ന ആ മറ എന്ന് പറയുന്നത്. ഈ മാലിന്യങ്ങൾ കാരണം നമ്മൾ പറയലുണ്ടല്ലേ, സൃഷ്ടാവ് കുടികൊള്ളുന്നത് നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തിലാണെന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെ നമ്മളെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റും? മീൻസ് സൃഷ്ടാവിനോട് നമുക്ക് കണക്ഷൻ ഫീൽ ചെയ്യും?
അപ്പൊ നമുക്ക് നമ്മളെ പ്രേയറിലൊന്നും വെറുതെ ഒരു പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. അത് പള്ളിയിൽ പോകുന്നതാവട്ടെ, അമ്പലങ്ങളിൽ പോകുന്നതാവട്ടെ, ഏത് പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു പ്രോഗ്രാംഡ് ആയിട്ട്, കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളെ ശീലിപ്പിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള രൂപത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരു മനസ്സറിഞ്ഞിട്ടായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ആ രൂപത്തിലായിരിക്കും. ഇങ്ങനെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ജോലിക്ക് പോകണം, എന്തിനാ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് വീട്ടുകാരെ സഹായിക്കണം, വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇതിനു വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ വെറുതെ ലൈഫ് ഇങ്ങനെ പോകുന്നത്. നമുക്കൊരു അർത്ഥം ഉണ്ടാവില്ല ലൈഫിന്. അപ്പോ ലൈഫില് മീനിങ്, ലൈഫിന് നമ്മളെ ജീവിതത്തിന് നമുക്കൊരു അർത്ഥം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ജീവിക്കണം, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതും അത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലൈഫ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളെ എടുത്ത് ഒഴിവാക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫ് ഈസി ആവണം എന്നുണ്ടെങ്കിൽ, ഈസി ആവണം എന്ന് തോന്നുന്നവർക്ക്. അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കുന്നവരായിരിക്കും അധികം ആളുകളും. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺ ആവുന്ന സമയത്ത് നമ്മളപ്പോ പോയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കും. പക്ഷെ ഇവിടെ നമ്മൾ വീക്ക്ലി ഇങ്ങനെ സെഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് എ മോട്ടിവേഷൻ ക്ലാസ്. ഇത് ഒരിക്കലും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് 1-2 ദിവസം നമുക്ക് എനർജി ഒക്കെ കിട്ടി, നമ്മൾ ഭയങ്കര ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരും. രാവിലെ നേരത്തെ എണീക്കണം അല്ലെ, 4 മണിക്കൊക്കെ എണീച്ച് എല്ലാ പണിയും ഒക്കെ കഴിച്ച് നമ്മൾ ഭയങ്കര ഉഷാറായിട്ട്, ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉഷാറായിരിക്കും 2 ദിവസം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകൂല. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന, നമ്മളെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഈ വെറുപ്പും വിദ്വേഷവും ഇതുപോലെയുള്ള വിഷമങ്ങളും ഈ ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും കംപ്ലീറ്റ് കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനാ. നമ്മൾ ഈ മോട്ടിവേഷൻ കേൾക്കുന്നത് ഈ കോൺഷ്യസ് മൈൻഡിനാ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത്, ഒരു 2 ദിവസം 3 ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും പഴയ ശീലങ്ങൾ തന്നെ നമുക്ക് തുടർന്നു കൊണ്ടുപോകും. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാമുകൾ, അത് ആദ്യം നമ്മൾ ശീലിച്ച ശീലങ്ങൾ അവിടെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാതെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക്, പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സാധ്യമാവില്ല. ടെമ്പററി ആയിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാം ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സസ്. ഇപ്പൊ ഞാൻ പറയുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില ടോക്കിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും എന്തായിട്ട് മാറൂല, ടെമ്പററി ആയിരിക്കും, താൽക്കാലികമായിട്ടായിരിക്കും ഉണ്ടാവുക. അത് സ്ഥിരമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്, ഈ കാര്യങ്ങൾ ട്രെയിനിങ്, മൈൻഡ് ട്രെയിനിങ് എന്ന് പറയാനുള്ള കാര്യം തന്നെ മൈൻഡിനെ ട്രെയിൻ ചെയ്തിട്ട് അത് പെർമനന്റ് ആയിട്ട് ആ ചേഞ്ചസ് നമുക്ക് വരുത്തണം. മാറ്റങ്ങളും കാര്യങ്ങളും പെർമനന്റ് ആയിട്ട് വരുത്തിയാൽ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് ഉപകാരപ്രദമാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഡോസ് എടുക്കുന്ന മാതിരി ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് ആഴ്ചയിൽ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ പോകേണ്ടി വരും. അപ്പോ അതിന് പകരം ഒരു 1 മന്ത് അല്ലെങ്കിൽ 3 മന്ത് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഉള്ളിൽ നിന്നുള്ള ഈ മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തോട്ട്സ്, നമ്മൾ തോട്ട് പാറ്റേൺസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കണം. കാരണം ഇതുവരെ നമ്മൾ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് തോട്ട് പാറ്റേൺസ് നമുക്കുള്ളിൽ കിടക്കുന്നുണ്ട്. തോട്ട് പാറ്റേൺസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സെൽസിൽ കിടക്കുന്നുണ്ട്, നമ്മളെ ഓരോ ന്യൂറൽ പാത്വേസ് ഉണ്ട് നമുക്ക്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മളെ ഓരോ കോശത്തിലേക്കുള്ള ന്യൂറൽ പാത്വേസ്. ഇത് അങ്ങനെ എന്താണ് ഇതുവരെയുള്ള ശീലങ്ങൾ അത് അങ്ങനെ ആയിട്ട് ആ ന്യൂറൽ പാത്വേസ് ഒക്കെ അങ്ങനെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു 90 to 100 ഡേയ്സ് വരെ ടൈം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ 3 മാസം എന്തായാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇത് പെർമനന്റ് ആയിട്ട് മാറുള്ളൂ. അല്ലാത്തവർക്ക് എന്തായാലും ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഈ ചേഞ്ചസും കാര്യങ്ങളും ലൈഫ് ലോങ് നമുക്ക് ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 92 to 100 ഡേയ്സ് വരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയാനുള്ള കാരണം. മൈൻഡ് കോച്ച് എന്നാണ് ഞാൻ എന്നെ പറയാറുള്ളത്, അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനർ എന്നാ പറയാറുള്ളത്. ഇവിടെ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് ആണ് നമ്മളെ മൈൻഡിന് കൊടുക്കേണ്ടത്.
അല്ലാതെ വെറുതെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന പോലെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വേണം. അപ്പൊ നമ്മള് പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യമേ പറയും ഇന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒന്നും വേണ്ട, രാവിലെ മോർണിംഗ് ആൻഡ് നൈറ്റ് ഒരു 1 hour എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം. എത്ര 3 മാസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ വെറുതെ നമ്മൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, റിസൾട്ട് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനൊരു എന്തുണ്ടാവുള്ളൂ, കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തില് സമയം മാറ്റി വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാ പറയല്. കാരണം നമുക്ക് ട്രെയിനിങ് കൊടുക്കൽ അത്യാവശ്യം. കാരണം അത്രത്തോളം നെഗറ്റീവ് പാറ്റേൺസ് നമുക്ക് നമ്മളെ ഉള്ളിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട്, അത് നമ്മളെ പാരന്റിംഗ് ചിലപ്പോൾ പാരന്റ്സിലൂടെ കിട്ടിയതാവാം, ടീച്ചേഴ്സിലൂടെ കിട്ടിയതാവാം, ടീച്ചേഴ്സ് മീൻസ് നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതുണ്ടാവും, നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയതുണ്ടാവും, നമ്മളായിട്ട് കുറെ ഉണ്ടാക്കിയെടുത്തതുണ്ടാവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പാറ്റേൺസും കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മളെ ഉള്ളിൽ കിടക്കാം. അപ്പൊ ഈ കംപ്ലീറ്റ് സെല്ലുലാർ ആയിട്ടുള്ള, അതേപോലെ അല്ലെങ്കിൽ നമ്മളെ ന്യൂറൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് നമ്മളെ എനർജി തന്നെ ഷിഫ്റ്റ് ആക്കുന്ന പ്രോസസ്സാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്, മൈൻഡിനെ ശുദ്ധിയാക്കുന്ന പ്രോസസ് എന്നുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിംഗ് ആണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിംഗിന്റെ മാത്രം ഉള്ള പ്രോഗ്രാം ആണ് നമ്മളെ റൈസ് ആൻഡ് റെഡിറ്റ്. 28 days കംപ്ലീറ്റ് നമ്മള് എന്താണ്, ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിംഗ് ആണ് അവിടെ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിംഗിലൂടെ എങ്ങനെ നമുക്ക് നമ്മളെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആക്കാം എന്നുള്ളതാണ് അവിടെ പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മുന്നേ നമ്മൾ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മളെ മൈൻഡ്ഫുൾ ഇൻസൈറ്റ് തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട് പോയിട്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യന്നെ വേണം. എന്നാൽ മാത്രമേ ഈ റിസൾട്ടും കാര്യങ്ങളും കിട്ടുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കുറച്ച് സമയം കേട്ടതുകൊണ്ട് മാത്രം ലൈഫിൽ മാറ്റങ്ങൾ വരൂല. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യന്നെ വേണം. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളെ മനസ്സിനെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആക്കാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്, അതേപോലെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡെയിലി മൈൻഡ് റീപ്രോഗ്രാം, മൈൻഡിന്റെ ഇമ്പ്യൂരിറ്റീസ് ക്ലെൻസ് ചെയ്യുന്ന പാകത്തിനുള്ള, ചെയ്യാൻ പാകത്തിനുള്ള എന്താണ് അത്രയും ട്രാൻസെൻഡൽ മെഡിറ്റേഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻസ് ആണ്. ഒരുപാട് മെഡിറ്റേഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാൻ. അപ്പൊ ഈ മെഡിറ്റേഷന്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസസ്, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ്, അതേപോലെ ഫോർഗീവ്നെസ് പ്രാക്ടീസസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പ്രാക്ടീസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് പ്രാക്ടീസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരോടുള്ള ദേഷ്യമാവട്ടെ, മറ്റുള്ളവരോടുള്ള വെറുപ്പാവട്ടെ, ഇതൊക്കെ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ മറ്റുള്ളവര് നമ്മളെ വേദനിപ്പിച്ചത് നമ്മൾ കുറെ കാലം നമ്മുടെ ഉള്ളില് വെച്ച് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കല്ല പ്രശ്നം. അപ്പൊ നമ്മളെ ഒരാൾ ഭയങ്കരമായിട്ട് ചതിച്ച്, നമ്മളെ ഭയങ്കരമായിട്ട് ഒരാള് വിഷമിപ്പിച്ചിട്ട് പോയി, ആ പോയ ആളെ കുറിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, മീൻസ് അയാളെ കുറിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, മീൻസ് അയാളോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അത് കൊണ്ട് വിഷമം ഉണ്ടാക്കുന്നത് അയാൾക്കല്ല. അയാളോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആരെ ശരീരത്തിലാണ് കൊണ്ട് നടക്കുന്നത്? നമ്മളെ ശരീരത്തിലാണ് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഫോർഗീവ് ചെയ്തു കൊടുക്കണം. നിങ്ങളെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ ഏത് റിലീജിയൻ എടുക്കുകയാണെങ്കിലും, അത് ഹിന്ദുസ് ആവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, മുസ്ലിംസ് ആവട്ടെ, ഏത് റിലീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഹോളി ബുക്സുകൾ റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൊഗീവ്നെസിന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കാരണം എല്ലാ മതവും പറയുന്ന ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. എന്ത്? ഫോഗീനെസിന്റെ ഇമ്പോർട്ടൻസ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മളെ മൈൻഡിന്റെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, അപ്പോ നമ്മള് ബാക്കിയുള്ളവരോട് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം, വെറുപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അത് പലർക്കും അല്ലെ, നമ്മൾ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന സമയത്ത് ആ കുറ്റങ്ങളും കുറവുകളും ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. ബാക്കിയുള്ളവരോടുള്ള കുറ്റങ്ങള്, കുറവുകള്, ഈ ഡൗട്ട്, ഫിയർ, ഷെയിം, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. ഈ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ബാക്കിയുള്ളവരോടാണ് തോന്നുന്നതെങ്കിൽ കൂടി, ഇപ്പൊ ഒരാൾ നമ്മളെ ചതിച്ച് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കുന്നത് ആരുടെ ശരീരത്തിലാ? നമ്മുടെ ശരീരത്തിലാ. അതുകൊണ്ട് പ്രശ്നം ആർക്കാ? നമുക്ക് തന്നെയാണുള്ളത്. അപ്പൊ നമ്മളെ ബോഡീനെ, നമ്മളെ മൈൻഡിനൊക്കെ കേടുവരുത്തുന്നത് ആരാ? നമ്മൾ തന്നെയാ. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന് അത് വീർപ്പിച്ച് നമ്മളത് വലിയ എന്തോ ആക്കി മാറ്റിയിട്ട് നമ്മളെ എനർജീനെ അല്ലെങ്കിൽ നമ്മളെ ബോഡീനെ, നമ്മളെ മൈൻഡിനെ തന്നെയാണ് നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഫൊഗീവ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ എന്തിനാണ് മാപ്പ് കൊടുക്കുന്നത്? നമ്മൾ എത്രയും വിഷമിപ്പിച്ചാലും നമ്മൾ എന്തിനു മാപ്പ് കൊടുക്കണം? പല ആളുകളും പറയുന്നത്, ഇത്രയും വേദനിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ അവർക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ളതാണ് പലർക്കും ഉള്ള ഡൗട്ട്. അപ്പോ നമ്മളെ ഉള്ളിൽ നിന്ന് ആ ഇമ്പ്യൂരിറ്റീസ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തേ പറ്റൂ. അങ്ങനെ മാപ്പ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് ഇമോഷനും പോവുള്ളൂ. പക്ഷെ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവര് വേദനിപ്പിച്ചതിന് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഇത്രയും വിഷമിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. എങ്ങനെ വെച്ചാല് അത് ട്രെയിൻ ചെയ്യണം. നമ്മളെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക തന്നെ വേണം. അല്ലാണ്ട് ഞാനിപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താണ് ബുദ്ധിമുട്ടിച്ച ഒരാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഓക്കെ നമ്മൾ കൊടുക്കാം, ഞാൻ എന്നാ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും അയാൾ വരുന്ന സമയത്ത്, അയാളെ കുറിച്ചുള്ള തോട്ട്, അയാളെ കാണുന്ന സമയത്ത്, അയാളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ വരുന്ന സമയത്ത് വീണ്ടും ആ ഇമോഷൻ നമ്മളിലേക്ക് വരും, ആ ദേഷ്യം വരും. നമുക്കറിയാം നമുക്കത് മാപ്പ് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവാൻ, മീൻസ് നമ്മളെ ബോഡീനെ, മൈൻഡിനെ ഒക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുക്കുകയാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല, അത് ഉള്ളിന്ന് പോകില്ല. അതിന് നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നേ വേണം. മൈൻഡിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഈ 92 to 100 days വരെ നമ്മൾ എന്താണ് മനസ്സിനെ ആ മാപ്പ് കൊടുക്കാനും അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മളെങ്ങനെ ശീലിപ്പിക്കന്നെ വേണം. അത് ശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ ആ ഒരു 3 മാസം നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ഒരു ദിവസം പോലും ഇടവിടാതെ, അത് നിർബന്ധം, മീൻസ് ഒരു ദിവസം പോലും അതിൽ ഇടവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രാക്ടീസിങ്ങിലൂടെ മാത്രമേ നമുക്ക് പിന്നീടുള്ള ലൈഫിൽ നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ആരെത്ര വിഷമിപ്പിച്ചാലും നമുക്ക് അവർക്ക് പുറത്തു കൊടുക്കാനുള്ള രൂപത്തിൽ നമ്മളെ മനസ്സായിട്ട് മാറും. എന്തിലും ഏതിലും നന്ദി പറയാനുള്ള മനസ്സായിട്ട് മാറും. എന്നിലും അല്ലെ, അങ്ങനെ നമ്മുടെ മനസ്സായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് നന്മകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റുള്ളവരിലും എത്ര കുറ്റങ്ങളും കുറവുകളും ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് അവരിൽ നന്മകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ നന്മ നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലും നന്മകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ കുറ്റങ്ങളും കുറവുകളും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലും എത്ര നല്ല ആൾക്കാർ വന്നാലും അവരിലും നമുക്ക് കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്താണോ, നമ്മളെ ഹൃദയത്തില് അല്ലെ മാലിന്യങ്ങളെ അവസ്ഥ എന്താണോ, അവിടെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്, നമ്മളെ ചിന്തകളിൽ എന്തൊക്കെ തരത്തിലുള്ള അല്ലെ ഒരു തോട്ടിനെ നമ്മൾ ചിന്തകൾ ഒരു വിത്തായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വിത്തുകളാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള അല്ലെ മരങ്ങളും പൂകളും കായ്കളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുക. അവിടെ നമ്മൾ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വിഷമത്തിന്റെ, അസൂയയുടെ ഒക്കെ വിത്തുകളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അസൂയയും ഇതൊക്കെ എന്തായാലും നല്ല പടർന്ന് പന്തലിച്ച് നമ്മളെ ലൈഫിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലായിരിക്കും നമ്മളെ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക എന്നുള്ളത്
അത്രക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മളെ ലൈഫ് നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ മൂവ് ചെയ്യിപ്പിക്കണം, മീൻസ് എളുപ്പത്തിൽ കൊണ്ടുപോകണം, നമുക്ക് ജീവിതം നല്ല ഉഷാറാക്കണം, നല്ല സുഖത്തിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളും കാര്യങ്ങളും നമ്മൾ കളയൽ അത്യാവശ്യമാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്, ഫൊഗീനസ് പ്രാക്ടീസിങ്, അതേപോലെ മെഡിറ്റേഷന്, ഇതുപോലെയുള്ള ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലെ ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, നമ്മളെ ദേഷ്യമാവട്ടെ, വെറുപ്പാവട്ടെ, ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എവിടെയാണ്? നമ്മളെ വോൾ ബോഡിയിലാണ്. കാരണം നമ്മുടെ എല്ലാ കോശത്തിലും, നമ്മളെ ശരീരത്തില് കോടാനുകോടി കോശങ്ങളുണ്ട്. ഈ കോടിക്കണക്കിന് കോശങ്ങളിലും ഈ എനർജിയാണ് കിടക്കുന്നത്. ഈ നെഗറ്റീവ് ഇമോഷൻസിന്റെ, നെഗറ്റീവ് തോട്ട്സിന്റെ, എല്ലാത്തിന്റെയും നെഗറ്റീവ് എനർജിയാണ് കിടക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും? അപ്പോ ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയാൽ മാത്രമേ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലൈഫിൽ അബണ്ടൻസ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെ? സമൃദ്ധിയോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ടുള്ള, സമാധാനത്തോട് കൂടിയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. അല്ലെ? നമ്മൾ മറ്റുള്ളവരെ മാറ്റി വേണ്ടിയിട്ട് നമ്മൾ നടക്കും. നമ്മളെ ചുറ്റുള്ളവരെ, അവരെ നന്നാക്കണം, ഇവരെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കാറുണ്ട്. പക്ഷെ അവരെ ഇവരെ ഒന്നുമല്ല നന്നാക്കേണ്ടത്. ആദ്യം നമ്മളെ മാറ്റത്തിന് നമ്മുടെ ലൈഫ് മാറണം, നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടണം എന്നുണ്ടെങ്കിൽ ചുറ്റുള്ളവരല്ല മാറ്റേണ്ടത്, നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മളെ മാറ്റാണ് വേണ്ടത്. നമ്മളെ മാറ്റി തുടങ്ങുമ്പോൾ നമ്മളെ ചുറ്റുള്ളവരും മാറാൻ തുടങ്ങും. അപ്പോ നമുക്ക് ബാക്കിയുള്ളവരെ മാറ്റണം എന്ന് പറഞ്ഞ് അവരെ നന്നാക്കണം, ഇവരെ നന്നാക്കണം, ഇവർ ഈ ക്ലാസ് കേൾക്കണം. അപ്പൊ ചില ആളുകളുണ്ട്, ഹസ്ബൻഡുമാരെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വൈഫിനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം, ഓളെന്ന് നന്നാക്കണം. ഇപ്പൊ വൈഫുമാരാണെന്നുണ്ടെങ്കിൽ പറയും ഹസ്ബൻഡിനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾ അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അമ്മായിയമ്മനെ ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഓരൊക്കെയാണ് നന്നാക്കേണ്ടത്, ആരെയല്ല നന്നാക്കേണ്ടത്. ഇതിപ്പോ നിങ്ങളാ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉള്ളിലാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളെ ഉള്ളിൽ മാറ്റങ്ങൾ വരുമ്പോൾ പുറത്തും മാറ്റങ്ങൾ താനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഫുൾ നമ്മൾ ഓൾ ആർ കണക്റ്റഡ് ആണ്, എല്ലാവരും കണക്റ്റഡ് ആണ്. എനർജി വൈസ് നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ്. കാരണം എല്ലാവരും സോഴ്സും ഒന്നാണ്, മീൻസ് എല്ലാവരും ഒരേ സോഴ്സിൽ നിന്നാണ് വരുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എനർജി വൈസ് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് വരുത്തുമ്പോഴത്തേന് തന്നെ നമുക്ക് ചുറ്റിലും ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മളെ ഹൃദയത്തിലെ, നമ്മളെ മനസ്സിലെ മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആക്കണം. അല്ല ഇതുപോലൊക്കെ ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അല്ല ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കണം, കുറച്ച് ഈസി ആയിട്ട്, കുറച്ച് ജോയ്ഫുൾ ആയിട്ട്, ഒന്ന് ആകെ കൂടി ഒരു ലൈഫേ ഉള്ളൂ, അതൊന്ന് നല്ല ഉഷാറായിട്ട് കൊണ്ട് നടക്കണം, മീൻസ് കൊണ്ടുപോകണം, അതൊന്ന് കളറാക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈൻഡ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നിങ്ങൾ സമയം ചെലവഴിക്കാന്ന് പോലും പറയാൻ വേണ്ടി സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് 10 ഇരട്ടിയല്ല 100 ഇരട്ടിയായിട്ട് അത് തിരിച്ചു കൊണ്ടുതരും. മീൻസ് നമ്മൾ സെൽഫിന് സമയം കണ്ടെത്തുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തൂല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. മക്കൾക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒക്കെ സമയം ചെലവഴിക്കും. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഡെയിലി നമ്മൾ ചെലവഴിക്കൂല. അതാണ് മെയിൻ പ്രോബ്ലം, എല്ലാത്തിന്റെ പ്രോബ്ലം. കാരണം നമ്മളിൽ നിന്ന് തുടങ്ങാതെ, അല്ലെ, നമ്മളെ സ്നേഹിക്കാതെ, നമ്മളെ പരിഗണിക്കാതെ, നമ്മൾ ബാക്കിയുള്ളവരോ സ്നേഹിച്ചിട്ടും പരിഗണിച്ചിട്ടും ഒന്നും കാര്യമില്ല. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ പരാതി പറഞ്ഞിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുന്നതെന്ന് പരാതി പറഞ്ഞിട്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ പരാതി പറച്ചിലുകൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചേഞ്ചസ് നമ്മളെ പരിഗണിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം ബാക്കിയുള്ളവരിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങണം, നമ്മളിൽ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും എല്ലാവർക്കും, കുറച്ചെന്നല്ല, എന്തെങ്കിലും പറഞ്ഞതൊക്കെ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് പെയ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ആണ്. നമുക്ക് ഗ്രൂപ്പായിട്ട് നടക്കുന്നുണ്ട്, പേഴ്സണൽ ആയിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പും ഒക്കെ നമുക്ക് ഇപ്പൊ ഓൺഗോയിങ് ആണ്.
അപ്പോൾ ഇനി നെക്സ്റ്റ് ബാച്ചും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യലുണ്ട്. അപ്പൊ ഈ മന്തിന്റെ ഓൾറെഡി എല്ലാം സ്റ്റാർട്ടായി. അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത് ആയിരിക്കും വരിക. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യാം, നിങ്ങളെ സമയമാണ്. ഫീഡ്ബാക്ക് പറയണം എന്നുണ്ടെങ്കിൽ, മീൻസ് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, നിങ്ങളുടെ ടൈമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ ലീവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കേട്ടിരുന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് പറയാം. ആർക്കില്ല? കുറച്ച് മനസ്സിലൊരു അസ്വസ്ഥത കിട്ടിയതുപോലെ വരുന്നുണ്ട്, ഫീല് വന്നതുപോലെ. പിന്നെയും മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ബോൾ പോലത്തെ സാധനമാണ് നമുക്കിപ്പം എല്ലാവരോടും മുമ്പിൽ മെയിൻ ഇതും ഒന്നും ഇല്ലാതെ കൺഫേം ഇല്ലാതെ വരുന്നത്. ക്ലിയർ ആയില്ല. ആളെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തതും ആളോട് സംസാരിക്കാൻ പറ്റാത്തതും ഈ ഹൃദയത്തിൽ ഒരു ബോൾ പോലത്തെ സാധനം ഇല്ലത് കൊണ്ടാണോ ഇത് ആവാത്തത്? യെസ്, നമ്മള് ഉള്ളിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, കോൺഫിഡൻസ് കുറവുണ്ടോ, ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ഒക്കെ. കാരണം ഇതൊക്കെ ഉള്ള പ്യുവർ ആയിട്ടുള്ള ഒരാൾ നമുക്കുള്ളിൽ എല്ലാവർക്കും ഉള്ളിലുണ്ട്. കാരണം ദൈവം നമ്മൾ ജനിച്ച ഉടനെയുള്ള നമ്മളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അത്രയും പ്യുവർ ആയിട്ടുള്ള നമ്മളാ. പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെക്കുന്ന സമയത്ത് ഈ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതല്ല. കാരണം ഉള്ളിൽ അവിടെ ഉണ്ട്. അതിന്റെ പുറമെ ഈ മാലിന്യങ്ങൾ കൊണ്ട് വന്നത് കാരണം ആ പ്യുവർ ആയിട്ടുള്ള നമ്മളെ നമുക്ക് കാണാൻ പറ്റാത്തോണ്ടാണ്. എല്ലാ മനുഷ്യർക്കുള്ളിലും അല്ലെ ഒരു പ്യുവർ ആയിട്ട്, അത് ഏത് കുറ്റകൃത്യമൊക്കെ ചെയ്യുന്ന എത്ര ക്രിമിനൽ ആയിട്ടുള്ള ആളാണെങ്കിലും ഓർക്കുള്ളിലും എന്തുണ്ട്, നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. എല്ലാവർക്കും ഉള്ളിലുണ്ട്. ഈ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങൾ അങ്ങനെ 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 പോയാൽ മതി, അത് കളഞ്ഞാൽ മതി, ഉള്ളിലുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റും. മീൻസ് ആ ഒരു പ്യുവർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ആരോട്ടും സംസാരിക്കാനോ ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും ഉള്ളിലുണ്ട്. ആ പുറമെ ഉള്ള ഈ ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ റിമൂവ് ആക്കിയാൽ മാത്രം മതി. ആ എന്ത് ചെയ്യും, കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മളെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് എന്ത് കോൺഫിഡൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ലൈഫിൽ വരുന്നുണ്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളാണോ വരുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാണോ വരുന്നത്, ഒക്കെ നമുക്ക് ഉള്ളിലുള്ള ഈ ഇമ്പ്യൂരിറ്റീസ് കാരണം കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഇപ്പൊ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഓരാണ് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇവരിങ്ങനെ ആയതുകൊണ്ടാന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാവട്ടെ നമുക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ പ്രശ്നം കൊണ്ടല്ല, നമുക്കുള്ളിലുള്ള എന്തോ ഇമ്പ്യൂരിറ്റി കൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ഹീലാക്കുമ്പത്തിന് തന്നെ പുറത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഹീലാവാൻ തുടങ്ങും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ വേറെ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും ഇനിയുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കൊണ്ടുകാണാം. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്. ഇങ്ങനെ ഓരോ വീക്കിലും നമ്മൾ പറയാൻ ആളുണ്ടായിട്ട് മാത്രം കാര്യമില്ല, കേൾക്കാൻ നിങ്ങളും കൂടി ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ കേട്ടിരിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.